വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ഓർമ്മിക്കുക, മനുഷ്യപ്രകൃതിക്ക് അതിന്റെ സ്വാഭാവികമായ കഴിവുകൾ കൊണ്ട് സ്വർഗത്തിലേക്കും ദൈവത്തിന്റെ ജീവനിലേക്കും സന്തോഷത്തിലേക്കും കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. ഈ പ്രവേശനം മനുഷ്യന് സാധ്യമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന ചരിത്ര സംഭവം മനുഷ്യവംശത്തിന് ഉറപ്പു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്. യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിനോടുകൂടെ ആയതിനാൽ മനുഷ്യവംശത്തെ മുഴുവൻ അവിടുന്ന് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും മനുഷ്യൻ ദൈവത്തിൽ വാസസ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ദൃശ്യനല്ലെങ്കിലും അവിടുന്ന് ഇവിടെ പൂർണ്ണമായും സന്നിഹിതനാണ്. എല്ലാ ജനതകളും ജനപദങ്ങളും യേശുക്രിസ്തുവിനെ സേവിക്കേണ്ടതിന് ശാശ്വതമായ ആധിപത്യവും അനശ്വരമായ രാജ്യത്വവും അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. നമ്മുടെ ശിരസ്സായ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനാൽ അവിടുത്തെ അവയവങ്ങളായ നമുക്ക് അവിടേക്ക് പോകാൻ കഴിയും. സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തന്റെ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്നു. അതിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയ പിതാവിനെ ആരാധിക്കുന്ന സഭയുടെ മുഖ്യ പരികർമ്മിയും ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനാൽ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തുവിനെ നമ്മുടെ നാഥനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹം സമൂഹത്തിന് കാട്ടിക്കൊടുത്ത് ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയവാതിൽ തുറന്നു ജീവന്റെ മന്ന പൊഴിഞ്ഞു പുതുജീവൻ നൽകിയിടുവാൻ ആത്മാവിൽ നിറയുന്നിതാ. സ്വർഗീയവാതിൽ തുറന്നു വാതിൽ തുറന്നു.
തിരുജീവൻ നൽകുന്ന സ്നേഹം, അഭിഷേകമേകുന്ന സ്നേഹം. തിരുജീവൻ നൽകുന്ന സ്നേഹം, അഭിഷേകമേകുന്ന സ്നേഹം. കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹം, ഒരു നാളുമകലാത്ത സ്നേഹം. കരതാരിൽ കരുതുന്ന സ്നേഹം, മനതാരിലലിയുന്ന സ്നേഹം. സ്വർഗീയവാതിൽ തുറന്നു, കാരുണ്യം തൂകുന്ന സ്നേഹം, കഥനങ്ങൾ നീക്കുന്ന സ്നേഹം. കാരുണ്യം തൂകുന്ന സ്നേഹം, കഥനങ്ങൾ നീക്കുന്ന സ്നേഹം. സാന്ത്വനമേകുന്ന സ്നേഹം, പാപങ്ങൾ പോക്കുന്ന സ്നേഹം. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, തിരുവോസ്തിരൂപമാം സ്നേഹം. സ്വർഗീയവാതിൽ തുറന്നു, ജീവന്റെ മന്ന പൊഴിഞ്ഞു. പുതുജീവൻ നൽകിടുവാൻ ആത്മാവിൽ നിറയുന്നിതാ. സ്വർഗീയവാതിൽ തുറന്നു.